നിങ്ങളുടെ പൂച്ച ഒരു നായയെ പോലെ ഇങ്ങനെ ശ്വാസം കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്നതായിട്ട്, കനത്ത ശ്വാസം എടുക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനുള്ള കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആർ റെഡി? യെസ്, കമിങ് ഓൺ. ഒരു പൂച്ചയിൽ ഇതുപോലുള്ള കനത്ത ശ്വാസോച്ഛ്വാസത്തിന് നിരവധി കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ചിലപ്പോൾ അത് കടുത്ത ചൂട് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും അവർക്ക് സുഖമില്ല എന്നതിന്റെ സൂചനയായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും പൂച്ചകളെ ആരോഗ്യത്തോടെ പരിപാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പൂച്ചയോണറും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ വൈറ്റൽ സൈൻസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ ശ്വസന നിരക്ക്. അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി നിങ്ങൾ ഇതോടൊന്നിച്ച് കാണുന്നത് ഗുണകരമായിരിക്കും. ഓക്കെ, പൂച്ചകളിലെ കനത്ത ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ശ്വാസം കഴിക്കാനുള്ള ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നതിന് മുന്നേ അവരുടെ നോർമൽ ശ്വസന നിരക്ക് എത്രയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പൂച്ചകളുടെ സാധാരണ ശ്വസന നിരക്ക് മിനിറ്റിൽ 30-ൽ താഴെയായിരിക്കും. അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കണക്കാക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്ന വീഡിയോയെ കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇനി നമുക്ക് പരിശോധിക്കാം, എന്തുകൊണ്ടാണ് പൂച്ചകൾ ഇങ്ങനെ പാന്റ് ചെയ്യുന്നത്. പാന്റിങ്, അതായത് ഹെവി ആയിട്ടുള്ള ബ്രീത്ത് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നായ്ക്കളിൽ അങ്ങനെ കാണുന്നത് സാധാരണമാണ്. എന്നാൽ പൂച്ചകളിൽ പലപ്പോഴും അങ്ങനെ കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് കടുത്ത ചൂട് സഹിക്കാൻ പറ്റാതാകുമ്പോഴാണ്. സമ്മർ സീസണിലാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഇവരിൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കാണുന്നത്. അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, എല്ലാ ശ്വാസോച്ഛ്വാസവും ഉത്കണ്ഠക്ക് കാരണമാകണമെന്നില്ല. എന്നിരുന്നാലും ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം ഒരു വേള രോഗത്തിന്റെ ലക്ഷണമായേക്കാം. എന്നാൽ പൂച്ചകൾ കഠിനമായിട്ട് കളിക്കുകയോ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പാന്റിങ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കനത്ത ശ്വാസോച്ഛ്വാസം എടുക്കുകയാണെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ്. അതുപോലെ കടുത്ത ചൂടുള്ള ദിവസമാണെങ്കിലും അല്ലെങ്കിൽ പൂച്ചകൾ അന്യോന്യം വഴക്കിട്ടാലും ഒക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടേക്കാം. അതേ തുടർന്ന് നിങ്ങളുടെ പൂച്ച വിശ്രമിക്കുകയും അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സബ്സൈഡ് ആകേണ്ടതാണ്. ആ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും സബ്സൈഡ് ആകേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ലക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല, വീണ്ടും കടുത്ത ശ്വാസോച്ഛ്വാസം തന്നെ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ പൂച്ച വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ ഇതുപോലുള്ള കടുത്ത ശ്വാസോച്ഛ്വാസം, കനത്ത ശ്വാസോച്ഛ്വാസം തുടരുകയാണെങ്കിലോ, അല്പം വിശ്രമിച്ചതിന് ശേഷവും അല്ലെങ്കിൽ അവളെ തണുപ്പിച്ചതിന് ശേഷവും ഇതേപോലെ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ സൂചന തന്നെയായിട്ട് നിങ്ങൾ കാണേണ്ടിയിരിക്കും. ആസ്മയും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും തീർച്ചയായിട്ടും ഇതേപോലുള്ള ശ്വാസതടസ്സത്തിന് കാരണമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് വേദന അനുഭവപ്പെടുമ്പോൾ, എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുമ്പോഴും ഇതേപോലെ പാന്റിങ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ അവർ അന്യോന്യം കടികൂടുകയോ അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീഴുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കടുത്ത മുറിവുകളോ അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ്ങോ ക്ഷതങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അതും ഇതേപോലുള്ള പാന്റിങ്ങിന് കാരണമായിരിക്കും. പിന്നെ പൂച്ചകൾ വേഗത്തിൽ ശ്വസിക്കാൻ മറ്റൊരു കാരണം ഹൃദ്രോഗമാണ്. ഹെർട്ട് ഡിസീസ് ഉണ്ടെങ്കിലും പൂച്ചകളിൽ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കി. ശരിക്കും ഇതുപോലുള്ള ശ്വാസത്തിലുള്ള ക്രമക്കേടുകളും ദ്രുതഗതിയിലുള്ള ശ്വാസവും തീർച്ചയായിട്ടും ഹൃദ്രോഗത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതേപോലെ പ്ലൂറൽ എംഫ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രക്രിയയുണ്ട്. ശ്വാസകോശത്തിനകത്തോ അതിന്റെ പരിസരത്തോ ദ്രാവകങ്ങൾ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ വന്നാലും നിങ്ങളുടെ പൂച്ചയ്ക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസവും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതോടൊപ്പം അവിടെ വായിലൂടെ നുരയും പതയും ഒഴുകുന്നു. അതായത് ഇതുപോലെ ദ്രുതഗതിയിൽ ശ്വസനം നടക്കുകയും അല്ലെങ്കിൽ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ഒപ്പം വായിലൂടെ നുരയും പതയും ഒഴുകുക
ഒരു ആശങ്കാജനകമായിട്ടുള്ള ലക്ഷണമാണ്. അതുപോലെ ഹേർട്ട് വോം ബാധയുണ്ടെങ്കിലും കുഞ്ഞുങ്ങളിൽ ഇതേപോലുള്ള ലക്ഷണങ്ങൾ കണ്ടേക്കാം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഹേർട്ട് വോമിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളത് കാണുന്നത് നന്നായിരിക്കും. ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, പല പൂച്ച ഓണേഴ്സും കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ഡിവോം ചെയ്യാൻ തന്നെ മടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മടിച്ചാൽ ഇതേപോലുള്ള വേം ഇൻഫെസ്റ്റേഷൻ, ഹേർട്ട് വോംസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഹേർട്ട് വോംസ് വന്നു കഴിഞ്ഞാലുള്ള ഒരു ലക്ഷണമാണ് ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം. അത് തീർത്തും അപകടകരം. അതോടൊപ്പം ചുമയും ഉണ്ടാകാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, എളുപ്പത്തിൽ ഒരു മൃഗവൈദ്യനെ കാണുന്നതായിരിക്കും ഉത്തമം. പൂച്ചകൾ വായ തുറന്ന് ശ്വസിക്കാൻ ഇനിയും ഏറെ കാരണങ്ങളുണ്ട്. നമ്മളെ പോലെ തന്നെ ജലദോഷം വന്ന് മൂക്കടപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും വായ തുറന്ന് ശ്വസിച്ചേക്കാം. അങ്ങനെയുള്ള അസ്വസ്ഥതയുള്ള വിഷമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആവി കൊടുക്കാം. അതിനെക്കുറിച്ചും വീഡിയോ ഉണ്ട് നമ്മുടെ ചാനൽ. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പൂച്ചയ്ക്ക് ഇതുപോലുള്ള അവസ്ഥ വന്നാൽ ആവി കൊടുത്താൽ ഒരു വേള അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ല, എന്തെങ്കിലും വിഴുങ്ങിയതാണെങ്കിലും ശ്വാസതടസ്സം ഉണ്ടായേക്കാം, ചോക്കിങ് ഇങ്ങനെ സംഭവിച്ചേക്കാം. അതിനുകൊണ്ട് പരിഹാരം നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. എന്തെങ്കിലും വിഴുങ്ങിയാൽ അതെങ്ങനെ നമുക്ക് തന്നെ പുറത്തെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ട്രിക്സിനെ കുറിച്ചുള്ള വീഡിയോ ഈ അടുത്ത ദിവസം തന്നെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിൽ വലിയ അസ്വസ്ഥതകളും വിഷമങ്ങളും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നതായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ. ഒരു വേള നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവബോധമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, വീഡിയോസ് കാണൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പൂച്ചകൾ വാ തുറന്ന് ശക്തമായിട്ട് ശ്വാസം കഴിക്കുന്നതിനുള്ള ലക്ഷണങ്ങളും പരിഹാരങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. എത്രയും വേഗത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. Thank you for watching. Happiness always. Nandaspetsus and us. Bye.